എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ ലിറ്റിൽ പീപ്പിൾസ് അവരിപ്പോ ഡോഫ്ലമിംഗോയായിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. അവർക്ക് നേതൃസ്ഥാനത്തിൽ നമ്മുടെ റോബിനും ഉസോപ്പും ഐലാൻഡിലുള്ള എല്ലാവരും ഇപ്പൊ അവർക്ക് സപ്പോർട്ട് കൊടുക്കുകയാണ്. അവർ പോകുന്നത് ആ ഐലാൻഡിൽ നിന്ന് വീണ്ടും ഒരു അണ്ടർഗ്രൗണ്ട് പാസേജിലൂടെയാണ്. അത് ആ കടലിനടിയിലൂടെ ആ ബ്രിഡ്ജിന് സമാന്തരമായിട്ട് പോയി ആ ഫാക്ടറിയുടെ അടുത്തേക്ക് എത്തും. ഉസോപ്പ് ആണെങ്കിൽ വീണ്ടും അവറ്റോളോട് ചോദിക്കും, ആക്ച്വലി നിങ്ങൾ ശരിക്കും ഡോഫ്ലമിംഗോ ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണോ? അതിന് അവർ പറയും, എന്താ സംശയം? ഒരു സംശയവും വേണ്ട, നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കൂടെ നിന്നാ മതി, ബാക്കിയൊക്കെ നമുക്ക് സൂപ്പറായിട്ട് ചെയ്യാന്ന് പറഞ്ഞ് അവരെയും കൂട്ടി ലിറ്റിൽ പീപ്പിൾ ആണെങ്കിൽ അവരുടെ എയർപോർട്ടിലേക്ക് വരും. അവരുടെ എയർപോർട്ട് അത് കാണാൻ അടിപൊളിയാണ്. പക്ഷെ അവർ എയർപോർട്ടിൽ വിമാനത്തിന് പകരം ഉപയോഗിക്കുന്നത് ബീസാണ്. യെല്ലോ കളർ ബീസും പിങ്ക് കളർ ബീസും. ലിറ്റിൽ പീപ്പിൾ എല്ലാവരും ഇപ്പൊ ഓരോ ഫ്ലൈറ്റിലായിട്ട് കയറിയിരിക്കും. അതിനുശേഷം ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് റെഡി ആവുകയാണ്. 43 നമ്പർ ബിയിലാണ് ഇപ്പൊ നമ്മുടെ ലിയോൺ ഉള്ളത്. അവനാണെങ്കിൽ ടേക്ക് ഓഫ് ചെയ്ത് മുൻപിൽ കുതിക്കും. ബഗ് ഫ്രൂട്ട് കഴിച്ചിട്ടുള്ള ഒരു ബിയാണിത്. ഇവനാണ് ഈ യെല്ലോ ടീമിന്റെ ക്യാപ്റ്റൻ. ഇവന്റെ പേര് കപ്പ്. അതുപോലെ ഈ പിങ്ക് ടീമിന്റെ ക്യാപ്റ്റൻ അത് ഇവളാണ്. ഇവളും ആ ബഗ് ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട്. അവളുടെ പേര് ബിയോൺ. അങ്ങനെ ഓരോരുത്തരായിട്ട് ടേക്ക് ഓഫ് ആയിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഉസോപ്പും റോബിനും അവർ പരസ്പരം നോക്കും. ലിറ്റിൽ പീപ്പിൾസിന് ഫ്ലൈ ചെയ്ത് പോവാൻ ബീസ് ഉണ്ട്. പക്ഷെ അവരെങ്ങനെ അവിടേക്ക് പോകും? അവർക്ക് പോകാൻ പറ്റിയ ബീയൊന്നും അവിടെ ഇല്ല. ബഗ് ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ നോക്കി ചിരിക്കും. നിങ്ങൾക്ക് പോകാനുള്ള വണ്ടി അത് റെഡിയാണെന്ന് പറഞ്ഞ് 2 ഫോക്സുകളെ അവിടേക്ക് വിളിക്കും. ഇവറ്റകൾ നല്ല സ്പീഡിൽ ഓടും. ഇവറ്റകളുടെ പുറത്ത് കയറി നിങ്ങൾക്ക് അവിടേക്ക് എത്താം. അത് കേൾക്കേണ്ട താമസം ഉസോപ്പും റോബിനും അതിന്റെ മുതുകിൽ കയറിയിരിക്കും. നല്ല റിക്ലൈനർ സോഫ പോലെ സോഫ്റ്റ് ആണ് അതിന്റെ പുറത്തിരിക്കാൻ. അവർക്കാണെങ്കിൽ അത് കുറച്ച് ഇഷ്ടമാവും. അടുത്ത നിമിഷം അവരെല്ലാവരും ഇപ്പൊ കൊതിച്ചു പായാണ്. ആ കിങ് ആണെങ്കിൽ ഉസോപ്പിനോട് ചോദിക്കും, സത്യത്തില് എനിക്ക് നിങ്ങളോട് ഭയങ്കര ബഹുമാനമാണ്. ഞങ്ങളുടെ ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ രണ്ടുപേരും ഇത്രയും വലിയ റിസ്ക് എടുക്കുന്നത്. ഉസോപ്പ് ആണെങ്കിൽ ആ കിങ് പറയുന്നത് കേട്ട് മനസ്സിൽ ചീത്ത വിളിക്കാൻ തുടങ്ങും. ആ കിങ് ആണെങ്കിൽ വീണ്ടും പറയും, ആ ഡോഫ്ലമിംഗോ അവൻ ഒരുപാട് കാലമായി ഞങ്ങളെ ലക്ഷ്യം വെച്ചിട്ട് ഇനിയും ഞങ്ങൾക്ക് ഇതെല്ലാം സഹിച്ച് മുൻപോട്ടേക്ക് പോകാനാവില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ പ്രതികരിക്കുന്നത്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ആ ഫ്ലവർ ഹില്ല് കാണിക്കും. അവിടെയാണ് ആ സൺഫ്ലവർ തോട്ടം അതുള്ളത്. ആ ഒരു തോട്ടത്തിലാണ് ഒരു സീക്രട്ട് എൻട്രൻസ് ഉള്ളത്. അത് വർഷങ്ങളായിട്ട് അവിടെ ഉള്ളതാണ്. അതിലൂടെ ബാങ്കിയും അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ടോയും അവർ രണ്ടുപേരും ഇപ്പൊ താഴേക്ക് ഇറങ്ങി വരും. അതിന്റെ ഉള്ളിൽ നിന്ന് ചില ശബ്ദങ്ങളൊക്കെ അവർക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. അവർ വലിയ ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കാതെ അതിലൂടെ വീണ്ടും പതിയെ മൂവ് ചെയ്യും. അവരെത്തിയത് മറ്റെവിടെയല്ല, നമ്മുടെ ലിറ്റിൽ പീപ്പിളിന്റെ അടുത്തേക്കാണ്. ആ ടോയ് മാൻ ആണെങ്കിൽ ഫ്രാങ്കിയോട് പറയും, ഈ 500 പേരെയാണ് വർഷങ്ങൾക്ക് മുൻപ് ആ ഡോഫ്ലമിംഗോ ആ ലിറ്റിൽ പീപ്പിൾ ഐലാൻഡിൽ നിന്ന് തട്ടിക്കൊണ്ടു വന്നത്. ഇവരെ കണ്ടാൽ വളരെ ചെറുതാണെങ്കിലും ഇവരുടെ പവർ അത് അൺബീറ്റബിൾ ആണ്. സോ തീർച്ചയായിട്ടും ഇവർ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഉടനെ ഫ്രാങ്കി ആണെങ്കിൽ അടുത്തുള്ള ടിവിയിലേക്ക് നോക്കും. അവിടെ ആ പാലസിൽ നടക്കുന്ന നമ്മുടെ ലൂഫിയുടെ ഫൈറ്റ് അത് ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യാണ്. അപ്പോഴായിരിക്കും മറ്റൊരു കാര്യം നമ്മുടെ ഫ്രാങ്കി കാണുക. സോറോ അവനും ഫ്രാങ്കിക്ക് മുൻപേ അവിടെ എത്തിക്കഴിഞ്ഞു. അവനെ ആ കുഞ്ഞിപ്പെണ്ണാണ് അവിടേക്ക് കൊണ്ടുവന്നത്. സോറോയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം. കാരണം ലൂഫി ഈ ഒരു മാച്ചിന്റെ കാര്യം സോറോയോട് പറഞ്ഞില്ല. അത് പറയായിരുന്നെങ്കിൽ ഞാനും എന്റെ സ്ക്വാഡിന്റെ പവർ കാണിച്ചേനെന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു നോക്കും. അപ്പോഴായിരിക്കും അവൻ ഫ്രാങ്കിയെ കാണുക. ഫ്രാങ്കിയെ കണ്ട സന്തോഷത്തിൽ അവർ രണ്ടുപേരും ഹാപ്പി ആവുകയാണ്. അപ്പോഴായിരിക്കും ആ ലിറ്റിൽ പീപ്പിൾ പറയാ, നമുക്ക് എത്രയും വേഗം ഡോഫ്ലമിംഗോ ആയിട്ട് ഫൈറ്റ് ചെയ്യണം. നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ലെജൻഡറി മാൻ ആയിട്ടുള്ള ഉസോ കിങ്ങും റോബിൻ കിങ്ങും അവർ രണ്ടുപേരും ഇവിടേക്ക് എത്തുകയാണ്. തീർച്ചയായിട്ടും അവരെല്ലാവരും വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈസി ആയിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ചോറോയ്ക്കാണെങ്കിൽ അപ്പോഴായിരിക്കും നാമിയെ കുറിച്ച് ഓർമ്മ വരിക. എത്രയും പെട്ടെന്ന് നാമിയുടെ അടുത്തേക്ക് പോയി അവളെ സേവ് ചെയ്യണം. ഇവിടെ ലിറ്റിൽ പീപ്പിൾ ആണെങ്കിൽ അവിടെ ബ്രോഡ്കാസ്റ്റ് ആവുന്ന ആ ഒരു ഫൈറ്റ് കാണുകയാണ്. ലൂഫി ആ അപ്പാപ്പനെ ഞെട്ടിച്ച് മുഴുവനായിട്ടും തകർത്ത് താഴെ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ എന്നിട്ടും കലിയടങ്ങാതെ വീണ്ടും വീണ്ടും ആ അപ്പാപ്പനെ തല്ലിക്കൊണ്ടേയിരിക്കും. ലൂഫിയുടെ ഇടിക്ക് ഇത്രയും പവർ ഉണ്ടാവുമെന്ന് ആ അപ്പൂപ്പൻ പ്രതീക്ഷിച്ചില്ല. എങ്കിലും ആള് വമ്പൻ കോൺഫിഡൻസോട് കൂടെ തന്നെ ലൂഫിയായിട്ട് വീണ്ടും വീണ്ടും ഫൈറ്റ് ചെയ്യും. അവിടെയുള്ള ജനങ്ങൾ എല്ലാവരും അവർക്ക് രണ്ടുപേർക്കും കട്ടയ്ക്ക് നിർത്താതെ സപ്പോർട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആങ്കർ ആണെങ്കിൽ നിർത്താതെ എന്തൊക്കെയോ വിളിച്ചു പോവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ സാഞ്ചിയും സാമുറായും അവരും നിർത്താതെ ആ മാച്ച് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. സാമുറായി ആണെങ്കിൽ ഇപ്പൊ ലൂഫിയുടെ ഫൈറ്റ് കണ്ട് വല്ലാണ്ട് അങ്ങോട്ടേക്ക് ഇംപ്രസ്ഡ് ആവും. വാവ്, ദാറ്റ്സ് നൈസ്. ലൂഫിയുടെ ഓരോ മൂമെന്റ്സും അടിപൊളിയായിട്ടുണ്ട്. അതിന് സാഞ്ചി അവൻ ടെൻഷനായിട്ട്, യു ആർ അൺബിലീവബിൾ, നീ ഇങ്ങനെ ഒരുത്തനായിരുന്നോ?
ലൂഫിയെ ഈ ഒരു ഫൈറ്റിൽ ജയിക്കൂ, അതിന് യാതൊരു ഡൗട്ടും വേണ്ട. പക്ഷെ നീ ഇപ്പോ ഈ മാച്ച് നോക്കിയിരുന്ന നിന്റെ ഫ്രണ്ടിനെ ആർക്കും രക്ഷപ്പെടുത്താനായിട്ട് കഴിയില്ല. സോ ഇത്രയും വേഗം ആ ഫാക്ടറി കണ്ടെത്തി നിന്റെ ഫ്രണ്ടിനെ മോചിപ്പിക്കണം. അപ്പോഴായിരിക്കും സാമുറായിക്കും പെട്ടെന്ന് അവന്റെ ഫ്രണ്ടിനെ കുറിച്ച് ഓർമ്മ വരിക. അങ്ങനെ അവർ രണ്ടുപേരും വീണ്ടും ചാടി ഓടും. അതേസമയം ഗ്രീൻ ബിറ്റിലാണെങ്കിൽ ട്രഫാൽഗർ ലോയ്ക്ക് പിന്നാലെ നമ്മുടെ ഡോഫ്ലമിംഗോയും ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറും ആളുടെ സോൾജിയേഴ്സും ഇവരെല്ലാവരും നിർത്താതെ ഓടിക്കൊണ്ടേയിരിക്കും. അവർ ഗ്യാപ്പ് വിടാതെ അറ്റാക്ക് ചെയ്യാണ്. ആ ഒരു അറ്റാക്കിൽ ഇപ്പൊ ആ ഒരു പ്രദേശം മുഴുവനായിട്ട് കിട്ടിങ്ങി വിറയ്ക്കും. ഡോഫ്ലമിംഗോ ആണെങ്കിൽ ട്രഫാൽഗർ ലോയോട് പറയും, നീ എവിടേക്ക് ഓടിയിട്ട് യാതൊരു കാര്യമില്ല, നിനക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവന്റെ സ്ട്രിങ് പവർ ഉപയോഗിച്ച് അവിടെയുള്ള വലിയ വലിയ ട്രീസ് ഒക്കെ വെട്ടി താഴെയിടുകയാണ്. മാത്രമല്ല ഡോഫ്ലമിംഗോയ്ക്ക് എയർ വാക്ക് ചെയ്യാൻ പറ്റും. ട്രഫാൽഗർ ലോയ്ക്ക് ഇതൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അവന്റെ ഒരേ ഒരു ലക്ഷ്യം എങ്ങനെയെങ്കിലും ഒരുപാട് സമയം തള്ളി നീക്കണം എന്നത് മാത്രം. ഡോഫ്ലമിംഗോ ആണെങ്കിൽ ഇപ്പൊ ട്രഫാൽഗർ ലോയെ അറ്റാക്ക് ചെയ്യാൻ അവന്റെ തൊട്ടടുത്തെത്തുകയാണ്. അപ്പോഴായിരിക്കും സീസർ അവൻ നിലവിളിച്ച് ഡോഫ്ലമിംഗോയുടെ അടുത്തേക്ക് ഓടി വരിക. ഡോഫ്ലമിംഗോ പ്ലീസ്, അവനെ കൊല്ലരുത്, അവന്റെ കയ്യിലാണ് എന്റെ ഹാർട്ട്, അതെങ്ങനെയെങ്കിലും കൈക്കലാക്കണം, അതിനുശേഷം മാത്രമേ അവനെ കൊല്ലാൻ പാടുള്ളൂ. ഡോഫ്ലമിംഗോയ്ക്കാണെങ്കിൽ ചത്താ മതിന്നാവും. എന്താ ചെയ്യേണ്ടെന്നറിയാതെ ആൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ ട്രഫാൽഗർ ലോ അവൻ വീണ്ടും റൂം ക്രിയേറ്റ് ചെയ്ത് അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ നാമിയെയും ആ ചപ്പർത്തലച്ചി ആന്റിയെയും കാണിക്കും. അവർ രണ്ടുപേരും അവരുടെ പവറൊക്കെ ഉപയോഗിച്ച് പൊരിഞ്ഞ അട്ടയേടി ബഹളം. ആ ചപ്പർത്തലച്ചി ആന്റി അവരാണെങ്കിൽ ഇപ്പൊ അവരുടെ ഔഡ് പവർ ഉപയോഗിച്ച് നാമിയുടെ കയ്യിലുണ്ടായിരുന്ന സ്റ്റിക്ക് അതിപ്പോ വിയേർഡാക്കി മാറ്റും. നാമിക്കാണെങ്കിൽ അതുപയോഗിച്ച് പഴയതുപോലെ ബ്ലാക്ക് ക്ലൗഡിനെ ഒന്നും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നാമിയുടെ കൺട്രോൾ പോവും. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ വെപ്പൻ അതിങ്ങനെയാക്കി മാറ്റും. അപ്പുറത്തലച്ച ആന്റി ആണെങ്കിൽ പൊട്ടിച്ചിരിക്കും. നിനക്ക് കലയൊന്നും ഇഷ്ടമല്ലേ, ഞാൻ എന്റെ കല അതുപയോഗിച്ച് നല്ല അടിപൊളിയായിട്ടാണ് നിന്റെ ആ ഒന്നിനും കൊള്ളാത്ത സ്റ്റിക്ക് ഇത്രയും ഭംഗിയാക്കി മാറ്റിയത്. നിന്നെ വേണമെങ്കിൽ എനിക്കൊരു ടോയ് ആക്കി മാറ്റാൻ പറ്റും. അതിന് പറ്റിയ ഡബിൾ ഫ്രൂട്ടിന്റെ പവറുള്ള ആളൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. എനിക്കൊരു നല്ല ആർട്ട് പവർ ഉണ്ട്. അത് വെച്ച് വേണമെങ്കിൽ ഞാൻ നിന്നെ കുറച്ചുകൂടെ മനോഹരിയാക്കി തരാം. ചോപ്പറിന് മനസ്സിലാവും ഇനി നാമിയെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. അവളുടെ സ്റ്റിക്ക് അവൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ചോപ്പർ അവന്റെ കയ്യിലേക്ക് നോക്കും. അത് രണ്ടും ആ ചപ്പറത്തലച്ച ആന്റി വളരെ ഡിഫറെന്റ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇതുപയോഗിച്ച് ഞാൻ എങ്ങനെ എന്റെ പവർ റിലീസ് ചെയ്യും? ബ്രൂക്ക് ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയും, കുഴപ്പമില്ല, ഞാൻ ഇനി കളത്തിൽ ഇറങ്ങാന്ന് പറഞ്ഞ് അവന്റെ സ്ക്വാഡ് എടുക്കുമ്പോഴായിരിക്കും അതിലും കോമഡിയാക്കി ആ ചപ്പറത്തലച്ച ആന്റി മാറ്റി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ചപ്പർത്തലച്ച ആന്റി അവര് പല്ല് കടിക്കും. നിങ്ങൾ എന്നോട് ചെയ്തത് വലിയ തെറ്റാണ്. എന്റെ സബ്മറിയൻ നിങ്ങൾ തകർത്തു. നിങ്ങൾ കാരണം എൻ്റെ ഒരുപാട് ആൾക്കാരെ എനിക്ക് നഷ്ടമായി. സോ അതിനുള്ളത് നിങ്ങൾ അനുഭവിക്കണമെന്ന് പറയും. അപ്പൊ കറക്റ്റ് സമയത്ത് ഫോൺ ബെല്ലടിക്കും. ചോപ്പർ ഓടി വന്ന് ആ ഫോൺ എടുക്കും. ദയവ് ചെയ്ത് ഞങ്ങളെ രക്ഷിക്കണം, ഇതാരാണെങ്കിലും എത്രയും വേഗം കപ്പലിലേക്ക് വന്ന് ഞങ്ങളെ സേവ് ചെയ്യണം, ഞങ്ങളിപ്പോ വലിയ അപകടത്തിൽ പെട്ടിരിക്കുകയാണ്. ഓപ്പോസിറ്റ് സൈഡ് ട്രഫാൽഗർ ലോ ആണ്. ട്രഫാൽഗർ ലോ ഇപ്പൊ ഒരേ ഒരു കാര്യം അവരോട് പറയും, എനിക്കിപ്പോ നിങ്ങളെ രക്ഷപ്പെടുത്താനൊന്നും പറ്റില്ല, ഞാൻ സീസറിനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. ഈ ഗ്രീൻ ബിറ്റിൽ നിന്ന് എത്രയും വേഗം നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റുമോ അത്രയും വേഗം രക്ഷപ്പെട്ടു പോകണം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ആ ഗ്രീൻ ബിറ്റ് കാണിക്കും. അവിടെയാണെങ്കിൽ വലിയ വലിയ ചെടികളും മരങ്ങളും എല്ലാം തകർന്ന് വീഴുകയാണ്. ഡോഫ്ലമിംഗോ അവന്റെ പവർ എടുത്ത് അതെല്ലാം തന്നെ വെട്ടിയെറിയും. അപ്പൊ ഡോഫ്ലമിംഗോ ട്രഫാൽഗർ ലോ ഫോണിൽ ആരോടോ സംസാരിക്കുന്നത് കറക്റ്റായിട്ട് കാണും. പക്ഷെ ലോ സംസാരിച്ച എന്താണെന്ന് അവന് മനസ്സിലാക്കാൻ കഴിയില്ല. ഓ, നീ രക്ഷപ്പെടാനായിട്ട് വഴി തേടുകയാണോ? ആരിവിടേക്ക് വന്നാലും നിനക്കിനി രക്ഷപ്പെടാൻ പറ്റില്ല, നീ ഓൾറെഡി നിങ്ങളുടെ കെണിയിൽ പെട്ടുകഴിഞ്ഞു. സീസറിന്റെ ഹാർട്ട് അതെന്നെ ഏൽപ്പിക്കുന്നതാണ് നിനക്ക് നല്ലത്. നിന്റെ പാർട്ട്ണർ ലൂഫിയെ അവനെയും ഓൾറെഡി ഞാൻ ട്രാപ്പിൽ പെടുത്തി കഴിഞ്ഞു. ഓൾറെഡി അവിടെ ഒരുപാട് വലിയ പവറുള്ള ആളുകളുണ്ട്. അവരോട് ഫൈറ്റ് ചെയ്ത് അവൻ മരിക്കും. അല്ലെങ്കിൽ പുറത്തേക്ക് വന്നാൽ ഓൺ ദ സ്പോട്ട് അവനെ നേവി ആൾക്കാർ അറസ്റ്റ് ചെയ്യും. ഒരു കാരണവശാലും അവന് രക്ഷപ്പെടാനാവില്ല. ട്രഫാൽഗർ ലോ അവൻ മുഴുവനായിട്ടും പരാജയപ്പെട്ട് അങ്ങനെ ഡോഫ്ലമിംഗോയെ തന്നെ നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.